എനിക്ക് എപ്പോഴും നിന്നോട് ചോദിക്കുന്ന ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു, അത് ഓണം റിലേറ്റഡ് തന്നെയാണ്. ഈ ഓണം കേറാമൂല എന്ന് പറയില്ലേ, എക്സാക്ട്ലി എന്തായിരുന്നു ഓണം കേറാമൂല? ഞാൻ വിചാരിച്ച എന്തായിരുന്നു എനിക്ക് ആദ്യം പറഞ്ഞുതരാം. അത് തീരെ ഒരു ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം, ഓക്കെ, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അത് ഞാൻ ആലോചിച്ചത്, കേരളത്തിൽ ഭയങ്കര ഡെവലപ്മെന്റ് ഉള്ള സ്ഥലവും തീരെ ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടല്ല, അത്രയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. സോ ഐ റിയലി വാണ്ട് ടു ഹിയർ ഇറ്റ് ഫ്രം യു. എക്സാക്ട്ലി എന്താണ് ഈ ഓണം കേറാമൂല? അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും അത് പറയാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതലും നോർത്തേൺ കേരളയ്ക്ക് ഒരു സമയത്ത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് നമ്മൾ പറയുമെങ്കിലും, കേരളത്തിന്റെ സെവറൽ പാർട്സ് ഓഫ് നോർത്തേൺ കേരള വാസ് മോർ ഡിപ്പെൻഡന്റ് ഓൺ വിഷു ദാൻ ഓണം. ഓക്കെ, വിഷു ആയിരുന്നു നമുക്ക് കൂടുതലും നോർത്തേൺ കേരളയിലേക്ക് പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ചില ആഘോഷ രീതികൾ നമ്മൾ കണ്ടാൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത് തിരുവോണത്തിനാണ്. മിക്കവാറും നോർത്തേൺ കേരളയിൽ ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം, എനിക്ക് അറിയാവുന്നിടത്തോളം വലിയ പൂക്കളം ഇടുന്നത് തിരുവോണത്തിൻ്റെ അന്നാണ്. എന്നാൽ സദേൺ കേരളയിലേക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ പൂക്കളത്തിന് അത്തക്കളം അല്ലെങ്കിൽ അത്തപ്പൂക്കളം എന്ന് നമ്മൾ പറയുന്നത്. അത്തത്തിന്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത്. തിരുവോണത്തിന്റെ അന്ന് സൗത്ത് കേരളയിലേക്ക് മിക്കവാറും സ്ഥലത്തൊക്കെ അവര് പൂക്കളം ഇല്ല, അരിമാവ് കൊണ്ട് കളം വരച്ച് അതിൽ മുക്കുറ്റിയും ചെമ്പരത്തിയും വെച്ച് അതിൽ മാദേവര് അല്ലെങ്കിൽ തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്ന രൂപത്തിനെ പ്രതിഷ്ഠിച്ച് ഓലക്കുട വെച്ച് അതിൻ്റെ മുകളിൽ അരിമാവ് ഒഴിച്ച്, അങ്ങനെയാണ് ഇവരുടെ തിരുവോണത്തിന്റെ അന്നുള്ള ഇത്. അന്ന് പറയേണ്ട നമുക്ക് ചില വിഭവങ്ങളുണ്ട്. ഓണ അട, ഓണം അപ്പം. ഈ അപ്പവും അടയൊക്കെ നേദിച്ച് അവർ ഈ കളത്തിൽ വെക്കും. ഇത് വാമനന് നേദിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ നോർത്തേൺ കേരളയിലേക്ക് വിഷു ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് പറയാവുന്നത്, ഓണം വാസ് ആക്ച്വലി ആൻ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ. നമ്മുടെ കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ അത് ആണ് ഓണം എന്നുള്ളത്. നമുക്ക് ഇതുകൊണ്ടാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഹിസ്റ്റോറിയൻസ് മേ ഡിഫർ വിത്ത് വാട്ട് ഐ എം സേയിങ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം ഇസ് മോർ ഓഫ് എ ഹാർവെസ്റ്റ് ഓർ അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ. ഇറ്റ് ബ്യൂട്ടിഫുള്ളി ബ്രിങ്സ് us back to the first point I asked you.